പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ലൈംഗിക അതിക്രമ പരാതിയും അതിനു പിന്നാലെ ഉയരുന്ന സൈബർ ആക്രമണങ്ങളും ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാകുന്നു. പരാതി നൽകിയ വനിതാ മാധ്യമ പ്രവർത്തകയെ രാഹുലിന്റെ കൂട്ടാളികൾ വേട്ടയാടുന്നു എന്നാരോപിച്ച രാജ്യത്തെ പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് തുറന്ന കത്തെഴുതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിത കടുത്ത ഭീഷണി നേരിടുകയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതിക്കാരിയെ നിശബ്ദമാക്കാൻ ലക്ഷ്യമിട്ട കോൺഗ്രസ് അനുഭാവികളും രാഹുലിന്റെ അടുത്ത വൃത്തങ്ങളും സൈബർ ഇടങ്ങളിൽ വലിയ പ്രചാരണമാണ് നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് പുറമെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്കും കത്തിന്റെ പകർപ്പ് അയച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള യുവ എം.എൽ.എക്കെതിരെയുള്ള ആരോപണത്തിൽ ദേശീയ നേതൃത്വം പുലർത്തുന്ന മൗനം പ്രതിഷേധാർഹമാണെന്ന് കത്തിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ഇന്ത്യ അംഗം കൂടിയാണ് പരാതിക്കാരി. മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ ജനാധിപത്യത്തിന്റെ ഭീഷണിയാണെന്ന് കൂട്ടായ്മ വിലയിരുത്തുന്നു. പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിലുള്ള സർവൈവർ ഷെയ്മിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ ഈ സൈബർ ആക്രമണങ്ങൾക്ക് കുടം പിടിക്കുന്നുണ്ടെന്ന ഗൗരവകരമായ ആരോപണവും കത്തിലുണ്ട്. അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ പരസ്യമാക്കുകയും അവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ ഓർമ്മിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടി വേദികളിൽ ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം അവസാനിപ്പിക്കണം. കുറ്റാരോപിതനായ വ്യക്തിക്ക് അമിത പ്രാധാന്യം നൽകുന്നത് അതിജീവിതയോടുള്ള വെല്ലുവിളിയാണ്. ഇത്തരം നടപടികൾ മറ്റ് ഇരകൾ പരാതിയുമായി മുന്നോട്ട് വരുന്നത് തടയാൻ മാത്രമേ ഉപകരിക്കൂ. സംഭവത്തിൽ പാർട്ടി തലത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം കമ്മിറ്റി രൂപീകരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൽ വിശ്വാസമില്ലെന്നും മുതിർന്ന വനിതാ നേതാക്കളെയും സ്വതന്ത്ര നിരീക്ഷകരെയും ഉൾപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റി അന്വേഷിക്കണമെന്നും കത്തിൽ പറയുന്നു. സൈബർ ഇടങ്ങളിലൂടെ അതിജീവിതയെ വേട്ടയാടുന്നവർക്കെതിരെ പാർട്ടി കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണം. ഇവർക്കെതിരെയുള്ള പോലീസ് അന്വേഷണവുമായി പാർട്ടി പൂർണ്ണമായി സഹകരിക്കണമെന്നും വനിതാ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് നേതൃത്വം പിന്മാറണം. ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത പരാതിക്കാരിയെ തകർക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതി നൽകിയതിന് പിന്നാലെ മാധ്യമ പ്രവർത്തകയുടെ തൊഴിലിടങ്ങളിലും വ്യക്തിജീവിതത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനാണ് കുറ്റാരോപിതരും അവരുടെ അനുഭാവികളും ശ്രമിക്കുന്നത്. ഇതിനെതിരെ പൊതുസമൂഹത്തിന്റെ പിന്തുണയും കൂട്ടായ്മ അഭ്യർത്ഥിക്കുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ദേശീയ തലത്തിൽ വാദിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്വന്തം പാർട്ടിയിലെ ഒരു എം.എൽ.എക്കെതിരെ ഉയർന്ന ഇത്തരമൊരു പരാതിയിൽ എന്ത് നിലപാട് എടുക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കത്തിലെ ആവശ്യങ്ങൾ ഗൗരവമായി പരിഗണിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലും അന്വേഷണ നടപടികളിലും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ചും കത്തിൽ സൂചനയുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ഭയമാണ് മാധ്യമ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കത്ത് ലഭിച്ച സാഹചര്യത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയോട് വിശദീകരണം തേടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു യുവനേതാവെന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിരിക്കുന്ന ജനപ്രീതിക്ക് ഈ വിവാദം വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ രാഹുലിന്റെ അനുയായികൾ പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ്. സ്ത്രീവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ സംരക്ഷിക്കുന്ന പാരമ്പര്യമല്ല കോൺഗ്രസിനുള്ളതെന്ന് കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വിക്ടിം ബ്ലെയിമിംഗ് നടത്തുന്ന സൈബർ പോരാളികൾക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ ഖർഗെ തയ്യാറാകണം. കത്തിന്റെ ഉള്ളടക്കം പുറത്തു വന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് വൃത്തങ്ങളിലും ചർച്ചകൾ സജീവമായി. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. എന്നാൽ ലൈംഗിക അതിക്രമ പരാതിയെ രാഷ്ട്രീയ ഗൂഢാലോചനയായി തള്ളിക്കളയുന്നത് ശരിയല്ലെന്ന് വനിതാ കൂട്ടായ്മകൾ പറയുന്നു. സുതാര്യമായ അന്വേഷണം ഉറപ്പാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാതെ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരുടെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത്. ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന നിലപാട് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് നിർണായകമാകും. ഈ പോരാട്ടം നീതി ലഭിക്കുന്നതുവരെ തുടരുമെന്നും സൈബർ ആക്രമണങ്ങൾ കൊണ്ട് തങ്ങളെ നിശബ്ദരാക്കാൻ കഴിയില്ലെന്നും വനിതാ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ കത്തിലൂടെ വ്യക്തമാക്കുന്നു.